ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കാത്തിരുന്ന അസിസ്റ്റൻറ്റ് പ്രസൻ ഓഫീസർ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രസൻ ഓഫീസറുടെ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രസൻ ഓഫീസർ എന്ന പോസ്റ്റിനെ കുറിച്ചും അതുപോലെ തന്നെ അതിനെ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ അതിൻ്റെ സിലബസ് ഏതാണ് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം. അപ്പോൾ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രസൻ ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നത്. അതുകൂടാതെ തന്നെ അസിസ്റ്റൻറ്റ് പ്രസൻ ഓഫീസർ നോട്ടിഫിക്കേഷനും ഉടനെ തന്നെ എത്തുന്നതാണ്. അതായത് പുരുഷന്മാർക്കുള്ളത് ഉടനെ തന്നെ എത്തുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഗസറ്റ് ഡേറ്റ് 15/9/2025 അതായത് ഇന്നലെയായിരുന്നു ഗസറ്റ് ഡേറ്റ് വന്നത്. അപ്പം ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 15/10/2025. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്നാണ് 15/10/2025 വരുന്നത്. കാറ്റഗറി ബാർ നമ്പർ വരുന്നത് 360/2025 360/2025 ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രസൻ ഓഫീസറുടെ കാറ്റഗറി നമ്പർ വരുന്നത്. ഇനി നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ പ്രസൻ ആൻഡ് കറക്ഷണൽ സർവീസാണ് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. നെയിം ഓഫ് പോസ്റ്റ് ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രസൻ ഓഫീസറാണ് വരുന്നത്. അതുപോലെ തന്നെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 27,900 മുതൽ 63,700 വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് സ്റ്റേറ്റ് വൈഡ് ആണ്, അതായത് പ്രതീക്ഷിത ഒഴിവുകളാണ് സംസ്ഥാന തലത്തിൽ വരുന്നത്. പിന്നെ ഡിഫറൻറ്റ് ഏബിൾഡ് കാൻഡിഡേറ്റ്സിനും മെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല ഈ പോസ്റ്റ്. നമുക്കറിയാം ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രസൻ ഓഫീസറാണ്, മെയിൽ കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുകൂടാതെ തന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് പ്രസൻ ഓഫീസറല്ല, മെയിൽസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അസിസ്റ്റൻറ്റ് പ്രസൻ ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ PSC പുറത്തുവിടുന്നതാണ്. ഇനി നമുക്ക് അതിൻ്റെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്, സംസ്ഥാന തലത്തിലുള്ള പരീക്ഷയാണ് ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രസൻ ഓഫീസർക്ക് വരുന്നത്. ഇനി പ്രായപരിധിയാണ് വരുന്നത്. പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനകത്ത് പറയുന്നത് കാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റ്വീൻ 2/1/1989 ഈ ഡേറ്റ് ഒന്ന് അറിഞ്ഞിരിക്കണേ. 2/1/1989 അതുപോലെ തന്നെ 1/1/2007 ഇടയിലുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ 1/1/1989 ഉള്ളവർക്ക് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല, അത് നോട്ട് ചെയ്തോണം. അപ്പോൾ 2/1/1989 1/1/2007 ഇടയിലുള്ള പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രസൻ ഓഫീസർ. പിന്നെ OBCക്കും അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിനും SC/STക്കും ഏജ് റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. അത് എല്ലാ പരീക്ഷകളിലും പോലെ ഈ ഒരു പരീക്ഷയ്ക്കും അവർക്ക് ഏജ് റിലാക്സേഷൻ ഉള്ളതാണ്. ഇനി നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ക്വാളിഫിക്കേഷൻ വരുമ്പം SSLC ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത്. ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രസൻ ഓഫീസറിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് പാസ് ഇൻ SSLC ഓർ ഇക്വാലൻസി എന്നാണ് പറയുന്നത്. അപ്പോൾ SSLC ആണ് ക്വാളിഫിക്കേഷനാണ് വരുന്നത്. പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് വരുമ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട്. അതായത് ഇത് ജയിൽ വകുപ്പിലെ ഒരു തസ്തികയാണ് ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രസൻ ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എന്താണ് ഫിസിക്കൽ വേണം. അപ്പോൾ ഫിസിക്കൽ എങ്ങനെയാണ് വരുന്നത്? മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 150 സെൻറ്റിമീറ്റർ ഹൈറ്റ് എന്നാണ് വരുന്നത്. അപ്പം ദിസ് ഓൾസോ ആപ്ലിക്കബിൾ ഫോർ ദ കാൻഡിഡേറ്റ്സ് ബിലോങ്സ് ടു SC/ST കാറ്റഗറി. അപ്പോൾ SC/ST കാറ്റഗറി ആണെങ്കിലും 150 സെൻറ്റിമീറ്റർ എന്താണ് ഹൈറ്റ് വേണം. അപ്പം ഈ ഒരു ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രസൻ ഓഫീസർ പരീക്ഷ എഴുതാൻ ഹൈറ്റ് മിനിമം വേണ്ടത് എന്താണ് 150 സെൻറ്റിമീറ്ററിന് മുകളിൽ ഹൈറ്റ് വേണം എന്നാണ് പറയുന്നത്. പിന്നെ ഐസൈറ്റ് ഉണ്ട്. ഐസൈറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഡിസ്റ്റൻറ്റ് വിഷനിൽ റൈറ്റ് ഐക്ക് 6/6 സെനലിനും അതുപോലെ ലെഫ്റ്റ് ഐക്ക് 6/6 സെനലിനുമാണ് വരുന്നത്. അതുപോലെ തന്നെ നിയർ വിഷൻ വരുന്നത് 0.05 സെനലിനും 0.05 സെനലിനുമാണ് രണ്ട് റൈറ്റിനും ലെഫ്റ്റ് ഐക്കും വേണ്ടതെന്നുള്ളതാണ്. അതൊക്കെ എല്ലാവർക്കും ബേസിക് ആയിട്ടുള്ളതായിരിക്കും. അപ്പം അതില്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല, അതൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. പിന്നെ 150 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വേണ്ടത് ഈ ഒരു തസ്തിക അപ്ലൈ ചെയ്യാൻ വേണ്ടത്. അപ്പോൾ അതുകൂടെ നോക്കണേ. പിന്നെ നമുക്കറിയാം ഇത് ഓൾറെഡി ഒരു ഫിസിക്കൽ ഉള്ളൊരു എക്സാമാണ്. ഫിസിക്കൽ ഉള്ള എക്സാം ആയതുകൊണ്ട് തന്നെ ഫിസിക്കൽ ഐറ്റംസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അത് ഫസ്റ്റ് വരുന്നത് 100 മീറ്റർ റണ്ണാണ്. അതായത് 100 മീറ്റർ ഓട്ടമാണ് വരുന്നത്. 17 സെക്കൻഡിനുള്ളിൽ 100 മീറ്റർ ഓട്ടമാണ് വരുന്നത്. അതുകൂടാതെ തന്നെ ഹൈ ജമ്പ് ഉണ്ട്. ഹൈ ജമ്പ് 1.6 മീറ്റർ ആണ് ഹൈ ജമ്പ് ചാടേണ്ടത്. അതുപോലെ തന്നെ ലോങ് ജമ്പ്
3.05 മീറ്ററാണ് ലോങ് ജമ്പ് വരുന്നത്. അതുപോലെ തന്നെ പുട്ടിംഗ് ദ ഷോട്ടാണ്. വെയിറ്റ് ഓഫ് ദ ഷോട്ട് 4 കിലോഗ്രാമാണ് വരുന്നത്. പുട്ടിംഗ് ദ ഷോട്ട് അത് 4.88 മീറ്ററാണ് എറിയേണ്ടത് പുട്ടിംഗ് ദ ഷോട്ട്. അതുപോലെ തന്നെ 200 മീറ്റർ റണ്ണുണ്ട്, 36 സെക്കൻഡിനുള്ളിൽ 200 മീറ്റർ റണ്ണ്. ത്രോയിങ് ദ ത്രോ ബോൾ 14 മീറ്റർ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഷട്ടിൽ റേസ് 25x4 മീറ്റർ, അതായത് 26 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. സ്കിപ്പിംഗ് 1 മിനിറ്റ്, അത് 80 ടൈംസാണ് വരുന്നത് സ്കിപ്പിംഗ് 1 മിനിറ്റ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫിസിക്കൽ ഐറ്റംസ് വരുന്നത്. ഈ ഒരു ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർക്ക് വരുന്ന ഫിസിക്കൽ ഐറ്റംസ് വരുന്നത്. ഇത് 8 ഐറ്റംസ് ഉണ്ട്. ഇതിനകത്ത് 8 ഐറ്റംസിൽ ഒരു 5 ഐറ്റംസ് പാസ്സായാൽ മതി, നമുക്ക് ഫിസിക്കലി പാസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഇനി നമ്മൾ അങ്ങോട്ട് വരുമ്പോൾ പിന്നെ ഇതിൻ്റെ മെഡിക്കലാണ്. അപ്പം മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഇത്രയാണ്. ഫിസിക്കലുള്ളൊരു എക്സാമാണ്. 150 സെൻറ്റിമീറ്ററാണ് എന്താണ് ഹൈറ്റ് വരുന്നത്. 150 സെൻറ്റിമീറ്റർ മുകളിൽ ഹൈറ്റ് ഉള്ളവർക്കാണ് ഈ ഒരു പരീക്ഷ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. 150 മുകളിലോ. പിന്നെ ക്വാളിഫിക്കേഷൻ SSLC ആണ് വരുന്നത്. പിന്നെ ഏജ് ലിമിറ്റാണ് നോക്കേണ്ടത്. 18 വയസ്സ് മുതൽ 36, അതായത് 2/1/1989 1/1/2007 ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ OBC SC ഏജ് റിലാക്സേഷൻ ഉണ്ട്. പിന്നെ വരുമ്പോൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിന് മെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല. പിന്നെ സംസ്ഥാന തലത്തിലുള്ളൊരു പരീക്ഷയാണ് വരുന്നത്. പിന്നെ കാറ്റഗറി നമ്പർ 360/2025 കാറ്റഗറി നമ്പർ വരുന്നത്. 360/2025 ഇപ്പോൾ മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി എന്താണ് ഇതിൻ്റെ സിലബസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഡീറ്റെയിൽഡ് സിലബസ് നമുക്കൊന്ന് നോക്കാം. അപ്പം ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ സെലക്ഷൻ ഓഫ് ദ പോസ്റ്റ് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ ഓർ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ നമുക്ക് നോക്കാം. ജനറൽ നോളജ് വെച്ച് നോക്കുമ്പോൾ ചരിത്രം 5 മാർക്ക് വരുന്നുണ്ട്, ഭൂമിശാസ്ത്രം 5 മാർക്ക് വരുന്നുണ്ട്, ധനതത്വശാസ്ത്രം 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടന 5 മാർക്ക്, കേരളം ഭരണ സംവിധാനങ്ങളും 3 മാർക്ക് വരുന്നുണ്ട്, ജീവശാസ്ത്രം പൊതുജനാരോഗ്യം 4 മാർക്ക്, ഭൗതികശാസ്ത്രം ഫിസിക്സ് 3 മാർക്ക്, രസതന്ത്രം കെമിസ്ട്രി 3 മാർക്ക്, കലാകായികം സാഹിത്യം സംസ്കാരം 4 മാർക്ക് വരുന്നുണ്ട്, ആനുകാലിക വിഷയങ്ങൾ 10 മാർക്ക് വരുന്നുണ്ട്, കറണ്ട് അഫയേഴ്സ് 10 മാർക്ക്, അതുപോലെ തന്നെ മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റി 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, പ്രാദേശിക ഭാഷകൾ 10 മാർക്ക്, സ്പെഷ്യൽ ടോപ്പിക്സിന് 20 മാർക്കാണ് വരുന്നത്. സ്പെഷ്യൽ ടോപ്പിക്സ് 20 മാർക്കാണ് വരുന്നത്. അപ്പം എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ സിലബസ് എന്താണ് എന്നുള്ളതാണ്. നമുക്കത് നോക്കാം. സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ സിലബസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബാക്കി എല്ലാ പരീക്ഷകളിലോട്ട് തന്നെയാണ് 80 മാർക്ക്. സ്പെഷ്യൽ ടോപ്പിക്സ് മാത്രമാണ് വ്യത്യസ്തമായിട്ട് വരുന്നത് 20 മാർക്കിൻ്റെ. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സ് എന്താണെന്ന് നോക്കാം നമുക്ക്. സ്പെഷ്യൽ ടോപ്പിക്സ് തസ്തികളുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെയാണ് സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്നത്. 20 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്സ് വരുന്നത്. ഈ ഒരു ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൽ ഫസ്റ്റ് വരുന്ന ടോപ്പിക് കേരള ജയിൽ വകുപ്പിൻ്റെ ഘടനയും പ്രവർത്തന രീതികളുമാണ് വരുന്നത്. അതൊരു 5 മാർക്കിനുണ്ട്. അതുപോലെ തന്നെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 വരുന്നത്. അത് 5 മാർക്ക് വരുന്നുണ്ട്. വിവരാവകാശ നിയമം 2005 വരുന്നത് 5 മാർക്കിലാണ് വരുന്നത്. വിവരാവകാശ നിയമം 2005 5 മാർക്കാണ് വരുന്നത്. പിന്നെ മനഃശാസ്ത്രം അടിസ്ഥാന തത്വങ്ങൾ 5 മാർക്കിന് വരുന്നുണ്ട്. അതിൽ തന്നെ മനഃശാസ്ത്രം അടിസ്ഥാന തത്വങ്ങൾ കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. മനുഷ്യ സ്വഭാവവും പ്രതികരണങ്ങളും മനോവിശ്ലേഷണ സിദ്ധാന്തം, ആക്രമണോത്സുകത, ഇച്ഛാഭംഗം, മാനസിക സമ്മർദ്ദം, അതുപോലെ തന്നെ ഉത്കണ്ഠ, വ്യക്തിയും സമൂഹവും, സംയോജനം അഡ്ജസ്റ്റ്മെൻറ്റ്, അഭിപ്രേരണ മോട്ടിവേഷൻ, ബുദ്ധി ബഹുമുഖ സിദ്ധാന്തം അഥവാ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്നിവയാണ് നമ്മുടെ മനഃശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ടോപ്പിക്സായിട്ട് വരുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. സ്പെഷ്യൽ ടോപ്പിക്സ് നമുക്ക് 4 ടോപ്പിക്കായിട്ടാണ് നമുക്ക് ഈ ഒരു ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറെ തിരിച്ചിട്ടുള്ളത്. അതിലൊന്ന് കേരള ജയിൽ വകുപ്പിൻ്റെ ഘടനയും പ്രവർത്തന രീതികളും 5 മാർക്കിന് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 5 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കും. പിന്നെ വിവരാവകാശ നിയമം 2005 ബന്ധപ്പെട്ട 5 ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് കാണും. അതുപോലെ തന്നെ മനഃശാസ്ത്രം അടിസ്ഥാന തത്വങ്ങൾ 5 മാർക്കിന് പരീക്ഷയ്ക്ക് കാണും. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സ് 20 മാർക്കാണ്. നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ടോപ്പിക്സ്. അപ്പോൾ നിങ്ങളിനി ചിന്തിക്കുന്നത് സ്പെഷ്യൽ ടോപ്പിക്സ് എവിടെ പോയി പഠിക്കും എന്നുള്ളതാണ്. നമ്മുടെ ചാനലിൽ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സസ് ഇടുന്നതാണ്. ഈ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ ഇനിയിപ്പം അടുത്ത നോട്ടിഫിക്കേഷൻ വരും ദിവസങ്ങളിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പം
അതിനും ഉള്ള സ്പെഷ്യൽ ടോപ്പിക്സ് ക്ലാസ് നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് വെക്കുക, അതായത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണ്. നമുക്ക് അറിയാവുന്നതാണെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ അത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അറിയാവുന്നതാണെങ്കിൽ നമ്മൾ അതിന് റിപ്ലൈ തരുന്നതാണ്. അറിയാത്തതാണെങ്കിൽ നമ്മളൊന്ന് തിരക്കിയിട്ട് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സസ് നമ്മൾ ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ അപ്ലൈ ചെയ്യാൻ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഇപ്പോൾ തന്നെ പോയി അപ്ലൈ ചെയ്യുക. സ്റ്റേറ്റ് വൈഡ് എക്സാമാണ് വരുന്നത്, ഫിസിക്കലുള്ള എക്സാമാണ് വരുന്നത്. നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്താൽ നല്ല റാങ്കുകളിൽ എത്താൻ സാധിക്കുന്നതാണ്. കാരണം ഫിസിക്കലുള്ളൊരു പരീക്ഷയാണ്. അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പോയി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ കൂട്ടുകാരും പോയി അപ്ലൈ ചെയ്യുക. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷ എഴുതുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാക്സിമം പോയി കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മാക്സിമം കൂട്ടുകാർക്കെല്ലാം ഒന്ന് നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു ക്ലാസ്സുമായിട്ടും പുതിയൊരു വീഡിയോയുമായിട്ടും പുതിയൊരു അപ്ഡേറ്റുമായിട്ടും ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.